RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി. അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണ് എന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. അഭിമുഖം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമ സുമേഷ് മാർക്കോ പോളോയും കേസിൽ പ്രതിയാണ്. കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിലടക്കം നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു. തന്റെ പരാമർശം രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ലെന്നായിരുന്നു ജാമ്യം തേടുമ്പോഴടക്കം സത്യഭാമ പറഞ്ഞിരുന്നത്. എന്നാൽ വിശദമായ സാക്ഷിമൊഴി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം. രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പേരു പറയാതെ രാമകൃഷ്ണന്റെ നിറത്തെ അപമാനിച്ച സത്യഭാമ പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നും പറഞ്ഞു. രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നെങ്കിലും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ KPSC ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നതായിരുന്നു അടുത്ത പരാമർശം. KPSC ലളിതയുമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന് മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി. ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതുകൊണ്ടാണ് താൻ പോരാട്ടം നടത്തിയതെന്നായിരുന്നു RLV രാമകൃഷ്ണൻ പ്രതികരിച്ചത്. രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ കണ്ടെത്തി. News 18 തിരുവനന്തപുരം.